NDA നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇത്തവണത്തെ തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തിയതിനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയത്. നല്ലതിനെ നല്ലതായി കാണണം. മന്ത്രി കെ രാജനും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നല്ല വ്യക്തികൾ നമുക്കിടയിലുണ്ട്, അവരെ കണ്ടെത്തണം. എന്നാൽ PMAY പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നടപടിയെ സുരേഷ് ഗോപി ഇക്കൂട്ടത്തിൽ വിമർശിച്ചു. കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല പദ്ധതിയെന്ന് PMAY യോഗത്തിൽ മുഖ്യമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള ഒരു IAS-കാരിയും പറഞ്ഞു. പാവപ്പെട്ടവന് ഒരു മാനക്കുറവും ഉണ്ടാകില്ല, കൂരയില്ലാത്തവന് വീടാണ് വേണ്ടത്. PMAY ക്യാമ്പയിനുമായി നീങ്ങാനാണ് BJP ആലോചിക്കുന്നത്. നേമത്ത് BJP അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള അടിയാണ് തൃശൂരിൽ സംഭവിച്ചത്. ഇപ്പോൾ ശ്രദ്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ എന്നെ ട്രോളും. അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത്. നിലമ്പൂരിൽ NDA വിജയിച്ചാൽ ഒരു ഗവൺമെന്റ് കോളേജ് അനുവദിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പരിസ്ഥിതി ദിനത്തിൽ തേന്മാവിൻ തൈ നട്ടാണ് സുരേഷ് ഗോപി വേദിയിലെത്തിയത്. സുരേഷ് ഗോപി തൃശൂരിൽ MP ആയി ജയിച്ച് ഒരു വർഷം പിന്നിട്ട ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച. അതേസമയം 2019 പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട നിലമ്പൂരിലെ കാട്ടുനായ്ക്ക വിഭാഗക്കാർ സുരേഷ് ഗോപിയെ കാണാനെത്തി. 53 കുടുംബങ്ങൾക്ക് സർക്കാർ ഭൂമി അനുവദിച്ചുവെങ്കിലും ലഭിച്ചിരുന്നില്ല. തുടർന്ന് BJP നേതാക്കൾ ഇടപെട്ടാണ് കേസ് നടത്തിയതെന്നും പിന്നീട് വീട് ലഭിച്ചെന്നും മുണ്ടക്കടവ് ഊരുമൂപ്പൻ മാഞ്ചൻ പറഞ്ഞു. സുരേഷ് ഗോപിക്ക് തേനും മറ്റു ഉൽപ്പന്നങ്ങളും സംഘം വേദിയിൽ കൈമാറി. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു. ആകെ 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് പുറമെ മുൻ MLA PV അൻവർ ഉൾപ്പെടെയാണ് 10 സ്ഥാനാർത്ഥികൾ. അൻവറിന്റെ അപര സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. ഇന്നലെ 4 സ്വതന്ത്രരാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. അൻവർ സാദത്ത് AK, അബ്ദുറഹ്മാൻ കിഴക്കേത്തൊടി, രതീഷ് P, മുജീബ് എന്നിവരാണ് പിൻവലിച്ചിരിക്കുന്നത്. പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായതോടെ വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് പുറമെ സ്വതന്ത്രർക്കും ചിഹ്നം അനുവദിച്ചു നൽകി. അൻവർ സാദത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് PV അൻവർ ആരോപിച്ചിരുന്നു. ഇയാളാണ് കഴിഞ്ഞ ദിവസം പത്രിക പിൻവലിച്ച ഒരു സ്ഥാനാർത്ഥി. മറ്റൊരാൾ PV അൻവറിന്റെ പത്രിക തള്ളപ്പെടുകയാണെങ്കിൽ പകരം മത്സരിക്കാനെന്നോണം ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ അബ്ദുറഹ്മാനാണ്. സാദിഖ് നടുത്തൊടിയാണ് SDPI സ്ഥാനാർത്ഥിയുടെ ഡമ്മിയായി പത്രിക നൽകിയത്. മുജീബും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പത്രിക പിൻവലിച്ചു.